ബ്രേക്ക്ഫാസ്റ്റ് അതിൽ പ്രധാനമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഫോമൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ബ്രേക്ക്ഫാസ്റ്റ്. എന്തോ അതിനകത്ത് പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മുടെ നല്ല വിഭവങ്ങളൊക്കെ. അപ്പോൾ പുട്ടും കടലയുണ്ട്. അത് ഞാനല്ലല്ലോ അവിടെ ചർച്ചയ്ക്ക് ഇരുന്ന് മുഖ്യമന്ത്രിയാണ്, മനസ്സിലായില്ല. അതിന് ഞാനില്ലാത്ത ചാരിതാർത്ഥ്യമുള്ള ആളല്ലേ. ചാരിതാർത്ഥ്യക്കുറവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ല, ചർച്ചകളപ്പോൾ ഇപ്പോഴും അങ്ങനെയാണല്ലോ പോസിറ്റീവ്. അല്ല മാഷ, വേറൊരു കാര്യം, മാഷ് പാഴ്ചെലവാണ് പാഴാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടി കൂടിയല്ലേ ഇത്തരമുള്ള മാഷയുടെ ഇടപെടൽ? അതിപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ ദൂര അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അല്ലാത്ത അതിൻ്റെ വഴിക്ക് പോവുക. അല്ല, എല്ലാ അഭിപ്രായങ്ങളും കേട്ട് നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എപ്പോഴും എത്ര അറ്റാക്ക് ഉണ്ടായാലും വിമർശനങ്ങളുണ്ടായാലും ഒരിക്കൽ സത്യം പുറത്തു വരും. വേറൊന്നും കൂടി, കേരള ഹൗസിൽ താങ്കൾക്ക് 6 ലക്ഷം 8 രൂപയൊക്കെ കൂടുതൽ വരുന്നു വരും. വാട്ടർ ബില്ല് പോലും സാറിൻ്റെ പേരിലാണ് കേരള ഹൗസിൽ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ കൺസെപ്റ്റ് ഉണ്ട്, സിസ്റ്റമുണ്ട്. ഇപ്പോൾ വെള്ളം എൻ്റെ പേരിലല്ല, സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പേരിൽ. ഇലക്ട്രിസിറ്റി സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്. ഇപ്പോൾ യാത്ര എൻ്റെ പേരിലുള്ളത്, എൻ്റെ കൂടെ RC കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം നേരത്തെയുള്ള RC സെക്രട്ടറി ആയിരുന്നില്ല, യാത്ര തിരുവനന്തപുരം പോകേണ്ടിയിരുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ പോകണം. അതിൻ്റെ ആ അക്കൗണ്ടിങ് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സാറിൻ്റെ പേരിലാണ് പുറത്ത് വരുന്നത് അർത്ഥം. ഈ വെള്ളവും അത് കൊടുക്കുന്ന ആളൊന്നും അന്വേഷിക്കേണ്ടത് എങ്ങനെ വന്നു എന്നൊന്നെങ്കിൽ ഒന്ന് കേരള ഹൗസിൽ ചോദിക്കണം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. എപ്പോഴും കൂടിക്കാഴ്ച ഗുണകരമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപൂർവമായൊരു കൂടിക്കാഴ്ച. ഞാനിപ്പോഴും വന്നിട്ടൊരു 40-45 വയസ്സാണ്. ലീഡറുടെ കാലഘട്ടത്തിൽ പ്രണാബ്ദ വരുമായിരുന്നു. പക്ഷെ അവർ നമ്മളുടെ വ്യക്തി, അല്ലാതെ വേറെ ആരും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഇത് ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി വന്നിരിക്കുന്നു. സൗഹൃദപൂർണ്ണമായ ഒരു കൂടിക്കാഴ്ചയും കാപ്പുകൂടിയും അല്ലേ. ധനമന്ത്രി കേരള ഹൗസിലേക്ക് വരുന്നത് ഒരു അസാധാരണ ഒരു കൂടിക്കാഴ്ചയാണ്. നിങ്ങൾ തീരുമാനിക്കും. അതാണ് പറഞ്ഞത്. അത് എന്തൊക്കെ ചർച്ച ചെയ്തു എന്നുള്ളതൊക്കെ ഇനി കൃത്യമായി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ടിന്യൂസ് അത് പിന്നെ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചോദിക്കണം. അത് നിങ്ങൾ ചെറുപ്പക്കാരായ പത്രക്കാരുടെ അതിൽ പോയി കണ്ട് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയും. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു ദിവസമുള്ളതല്ല. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഫൈനാൻസ് മിനിസ്റ്റർ കണ്ടിരുന്നു. അതിനു മുമ്പ് CM PM സംസാരിച്ചിട്ടുണ്ട്, റവന്യൂ മിനിസ്റ്റർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അല്ല ഇന്നുണ്ടായ ഒരു അത്ഭുത സംഭവമൊന്നുമല്ല.